കപ്പയും അധികം എരിവില്ലാത്ത ഫിഷ് കറിയാണ് വെച്ചത്. കാരണം തലയുടെ ഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട്. എന്തൊക്കെ വിഭവങ്ങളുണ്ട്. അല്പം കപ്പയും മീൻകറിയും ഉണ്ടെങ്കിൽ ഊണിനൊരു പ്രത്യേകതയാണ്. അല്പം തൈരും ഒക്കെ ചേർത്തൊരു ഉണ്ണാൻ. നമ്മൾ മലയാളികൾക്കൊരു നൊസ്റ്റാൾജിയാണ് കപ്പയും മീൻകറിയും. ഭക്ഷണം വിളമ്പി ചോറ്, കപ്പ 2 മെഴുക്കുവരട്ടി എടുത്തു, ഫിഷ് കറി എടുത്തു, നെയ്മീൻ്റെ തല കറി വെച്ച് അതെടുത്തു, തൈര്, സാമ്പാർ എല്ലാം വിളമ്പി. ഇനി ഫിഷ് ഫ്രൈ മാത്രമേ എടുക്കാനുള്ളതിരിക്കട്ടെ, അത് പതുക്കെ കഴിക്കാം. അപ്പം ഇന്നത്തെ ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ, എല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അടുക്കളയിൽ പാചകം ചെയ്യുകയും മേശപ്പുറത്ത് വിളമ്പി എടുക്കുന്നതിൻ്റെയൊക്കെ ധൃതിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുക, ഞങ്ങളും ഭക്ഷണം കഴിക്കട്ടെ. ഹലോ, നമുക്കിന്നൊരു ഫിഷ് കറി ഉണ്ടാക്കാം. ഇത് ഫിഷിൻ്റെ ഇന്നലെ വാങ്ങിച്ച നെയ്മീൻ്റെ തലക്കഷ്ണങ്ങളാണ് കൂടുതലും. പിന്നെ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പ വാങ്ങിക്കാൻ പോയി. ആ സമയത്ത് നല്ല ചെറിയ അയല കണ്ടു. ഇന്നിപ്പോൾ അതും വാങ്ങിച്ചു. അപ്പം കഷ്ണങ്ങൾ തീരെ കുറവായതുകൊണ്ട് ഞാനൊരു അയലയും കൂടെ വരഞ്ഞത്. കാരണം ഈ തലയുടെ ഭാഗങ്ങളൊന്നും പുള്ളി കൂട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ആക്കാൻ പറ്റില്ല. അപ്പം എണ്ണയൊഴിച്ചു, ഉലുവ ഇട്ടു, ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി ചതച്ചത്, പച്ചമുളക്. പിന്നെ ഇതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്നത് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് രണ്ടും ഉപ്പ്, മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് അധികം വഴലണ്ട. ഇത് പിന്നെ തലഭാഗമല്ല, പച്ചക്കറി, ഞങ്ങൾ പറയുന്നത് മീൻ പച്ചക്കറി വെച്ചു എന്ന് പറയുന്ന കറിയാണിത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് ചേർത്തു. തക്കാളി അതിനകത്തുണ്ടെന്നൊന്നും അറിയണ്ട. അങ്ങനെയാണ് ഇവിടുത്തെ സമ്പ്രദായങ്ങളെല്ലാം. നമ്മുടെ വീടുകളിലെ എല്ലാ കുടുംബങ്ങളിലെയും സമ്പ്രദായങ്ങളുണ്ട്. എല്ലാം മീൻ കറി ചുമന്നിരിക്കണം, പക്ഷേ ഒരുപാട് എരി വേണ്ട, എന്നാൽ ചുമന്നിരിക്കണം. അതാണ് എല്ലാവർക്കും, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് താല്പര്യമുള്ളത്. എൻ്റെ ബ്രദറിന് ഇത് തന്നെയാണ്, എൻ്റെ ഫാദറിനും ഇത് തന്നെ. അവർക്കൊക്കെ മീൻ കറി എപ്പോഴും നല്ല ചുവന്ന നിറത്തിലുള്ള മീൻ കറിയാണ് വേണ്ടത്. കഷ്ണം എന്തായാലും മീൻ എന്തായാലും ഇങ്ങനെ തന്നെ ഇരിക്കണം. നമുക്ക് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ കറി വിടുന്ന വേവട്ടെ. ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കാം. ഉപ്പൊക്കെ ഉണ്ട്. കുടംപുളി ചേർക്കണം. കുടംപുളി എടുത്ത് വെച്ചില്ല. തക്കാളിയെ ചേർത്തുള്ളൂ. ഇനിയും കുടംപുളിയും കൂടെ ചേർക്കണം. അതൊരു ചേർത്ത് ഹൈ ഫ്ലെയിമിൽ അറിയാമല്ലോ, വെന്ത് പറ്റി വരുമ്പോൾ അല്പം ചാറും കൂടെ. കാരണം ഇത് വേണ്ടേ, കപ്പയ്ക്ക് തിന്നാനാണല്ലോ. ഇന്നലത്തെ ഫിഷ് കറി ഇരിപ്പുണ്ട്, അതുമുണ്ട്. കഷ്ണങ്ങൾ തീർന്നില്ല, കഷ്ണവും ചാറും ഒക്കെ ആയിട്ട് ഉണ്ട്.
കുടംപുളി ചേർത്തിട്ട് ഇത് മീൻകറി തിളച്ച് പറ്റട്ടെ. ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ കാണാം. കപ്പ വേവിച്ചുടച്ചത്, പിന്നെ ഇന്നലെ വാങ്ങിച്ച നെയ്മീനിൻ്റെ തലയും കുറേ ഭാഗങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് പ്രധാനമായിട്ടും കപ്പയും മീൻകറിയുമാണ്. അത് മല്ലിയും തേങ്ങ അരയ്ക്കാതെ മല്ലിയും മുളക് പൊടിയും പച്ചമുളക് തക്കാളിയൊക്കെ ചേർത്തുണ്ടാക്കിയതാണ്. അധികം ചേർത്തിട്ട് കൂട്ടത്തിൽ ഇന്ന് കപ്പ വാങ്ങിക്കാൻ പോയപ്പോൾ കുറച്ച് ചെറിയ സൈസ് അയല കിട്ടി. അതിലൊരു മീനും കൂടെ ഞാൻ അതിലിട്ടിട്ടുണ്ട്. അല്ല, തലയുടെ ഭാഗമൊന്നും കൂട്ടത്തില്ല. പിന്നെ ഉള്ളത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, ചേന മെഴുക്ക് പുരട്ടി. അത് രണ്ടും പച്ചക്കറി ധാരാളം ഉള്ളത് കൊണ്ട് അത് രണ്ട് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഞാനേ കൂട്ടത്തുള്ളൂ. പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ട്, തൈരുണ്ട്, ഇന്നലത്തെ ഫിഷ് കറിയുണ്ട്, പിന്നെ ഇന്ന് വാങ്ങിച്ച അയല ഒന്ന് ഫ്രൈ ചെയ്തതുകൊണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് എല്ലാത്തിൻ്റെയും ബാക്കി കാണും. നാളെ ഇനിയും പാചകമൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫുഡുണ്ട്. ചോറെടുത്തു, കപ്പ വേവിച്ചുടച്ചത്, ഫിഷ് കറി, അതിനകത്തെ ഒരു അയലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ഫിഷ് കറി, ഫിഷ് ഫ്രൈ ഉണ്ട്. ഇത് ചേന മെഴുക്ക് പുരട്ടി, ഹസ്ബൻഡിൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. ഇന്നലത്തെ സാമ്പാർ ബാക്കിയുള്ളത്, പിന്നെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി വെന്തുപോയി, പിന്നെ തൈര്, ചോറ് ഒക്കെയാണ്. ഇത്രയും കൂട്ടിയാണ് നമുക്കിന്ന് കഴിക്കേണ്ടത്. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കട്ടെ.